രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഇനി ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് അഡ്വക്കേറ്റ് BN ഹസ്കർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും പറയും. ഇടതുപക്ഷക്കാരനായി തന്നെ തുടരുമെന്ന് BN ഹസ്കർ പറഞ്ഞു. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം CPM ശാസിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. ഇടതു നിരീക്ഷകരിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകരിലേക്കുള്ള മാറ്റം സ്വയം ഏറ്റെടുത്ത വ്യക്തി അഡ്വക്കേറ്റ് BN ഹസ്കർ. പ്രൊമോഷനാണോ ഡീപ്രൊമോഷനാണോ? ഞാൻ എൻ്റെ പോസ്റ്റ്, ഫേസ്ബുക്കിലെ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സർക്കാസം മാത്രമാണ്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ ചേർത്ത് പിടിക്കേണ്ട, അല്ലെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ചിലർ നടത്തിയ പരിഹാസം, ആരാണ് ഈ ഇടതു നിരീക്ഷകൻ പട്ടം നൽകിയത് എന്ന് ചോദിച്ചൊരു പരിഹാസം ഉണ്ടല്ലോ, ആ പരിഹാസത്തിൻ്റെ അരാഷ്ട്രീയത തുറന്നു കാട്ടണമെന്ന് തോന്നലിൽ നിന്നാണ് ഞാൻ വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയത്. ഞാൻ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നും ഇടപെടുന്ന ആളല്ല. പക്ഷേ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷ പ്രതിനിധികൾ അല്ലെങ്കിൽ CPMൻ്റെ പ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് നിശബ്ദരായിരിക്കേണ്ട സാഹചര്യം. അങ്ങനെ നിശബ്ദരായി ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങളെപ്പോലുള്ള ഇടതു നിരീക്ഷകർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചാനൽ ചർച്ചകൾ വരുന്നത്. വലിഞ്ഞു കയറി വന്നവർ ആണ് യഥാർത്ഥത്തിൽ ഇടത് നിരീക്ഷകർ എന്നുള്ള ആ ഒരു ചർച്ചയ്ക്ക് പോയത് തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. അതാണല്ലോ ഒരു ഞാൻ പറഞ്ഞതോ ഞാൻ പ്രവർത്തിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളുടെ തുടർച്ച തന്നെയായിരുന്നു അത്. അപ്പോൾ അത് തുടരുക തന്നെ വേണം. കാരണം ഇടതു നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആളാകരുത് എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പുതിയ പട്ടത്തിലേക്ക് സ്വയം മാറിയത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ചെറുതായി പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ആരെയും വ്യക്തിപരമായി ഉദ്ദേശിച്ചില്ല. പലരും പ്രീതിപ്പെടുത്താൻ ഞാൻ മുമ്പേ എന്നുള്ള തള്ളിക്കയറ്റമാണ് പ്രീതിപ്പെടുത്തലിന് ആയി തോന്നും. അങ്ങനെ ആരെങ്കിലും കരുതിപ്പോയാൽ അത് തെറ്റായി കാണണ്ട എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ഇനിയും ചാനൽ ചർച്ചകൾ ഉണ്ടാവും, നിശ്ചയമായും ഉണ്ടാവും. ഏത് മാധ്യമങ്ങൾ വിളിച്ചാലും ഞാൻ ചർച്ചയിൽ പങ്കെടുക്കും. അതിൻ്റെ സ്വാതന്ത്ര്യം കൂടിയാണ്. ഇടതുപക്ഷത്തെ ന്യായീകരണം ഉണ്ടാവുമോ? നിശ്ചയമായും ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷമില്ലാത്ത കേരളം അല്ലെങ്കിൽ CPM ഇല്ലാത്ത കേരളം എന്ന് പറയുന്നത് അസ്വാഭാവികമാണ് എന്നെനിക്ക് കൃത്യമായി അറിയാം. ഇടതു നിരീക്ഷകൻ എന്ന് പറയുകയോ അല്ലെങ്കിൽ CPM സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് അങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഏതെങ്കിലും ആളുകളെ അത് ഞാൻ പറയുന്നത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനിപ്പിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യം രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്നെ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നത്. എന്തെങ്കിലും ഓഫർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, ഓഫർ വന്നാൽ സ്വീകരിക്കുമോ? അങ്ങനെയല്ല. രാഷ്ട്രീയ ഞാനൊരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ഒന്നുമല്ല. ഞാനൊരു അഭിഭാഷകനാണ്. എനിക്ക് മരണം വരെ അഭിഭാഷക വൃത്തി തുടരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കേരള സമൂഹത്തിൽ വലിയ ഒരു മാറ്റം സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് എൻ്റെ ഭയം. ആ ഭയം വെച്ച് നോക്കുമ്പോൾ മറ്റ് ഭീഷണികളോ മോഹങ്ങളോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളോ ഒക്കെ വളരെ ചെറുതു മാത്രമാണ്. രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും എന്നും ഇടതുപക്ഷമായിരിക്കും. നിശ്ചയമായും എൻ്റെ മനസ്സ് അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റിലോട്ടൊന്നും വന്നിട്ടില്ല. അത് ഐഡിയോളജി എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഐഡിയോളജിയിലാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഐഡിയോളജിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, എന്നും ഇടതുപക്ഷക്കാരനായി തന്നെ തുടരും എന്നാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ പറയുന്നത്. ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.